ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് കൈത്താങ്ങായി 24 കണക്റ്റിൻ്റെ എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പരിപാടിയും പ്രേക്ഷകരുടെ വയനാട് ജില്ലാ സമ്മേളനവും നാളെ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണിക്ക് നടക്കും. പരിപാടിയുടെ സന്ദേശവുമായി ഇന്ന് ഒരു മെഗാ ബൈക്ക് റാലി ഉണ്ട്. രാവിലെ വയനാട് ടൂറിസം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റാലി അല്പസമയത്തിനകം വയനാട്ടിലെ ടി സിദ്ദിഖ് MLA ഫ്ലാഗ് ഓഫ് ചെയ്യും. ദീപക് തർമ്മണം വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, എപ്പോഴായിരിക്കും ഇത് ആരംഭിക്കുക? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയൊക്കെയായി അവസാനം പറയുക. ഓക്കെ, താങ്ക് യു. SKN ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അവസാനവട്ട ഒരുക്കത്തിലാണ്. ഇപ്പോൾ നമുക്കിതാ ഫ്ലക്സ് കാണാം. ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ പരിപാടി. ഇത് നമ്മുടെ ക്യാമറാമാൻ മനു ദാമോദരൻ ഒന്ന് പാൻ ചെയ്യുമ്പോൾ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടക്കുന്നു. പുറത്ത് തന്നെ, അഥവാ മഴയുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇവിടെ എത്തുന്നവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുകൊണ്ട് തന്നെ പുറത്ത് തന്നെ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. വളരെ കൃത്യമായി മികച്ച പരിപാടികളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. നമ്മളിവിടെ SKN കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ വയനാട്ടിലുണ്ട്. ഇവിടെയുള്ളവർ പറയുന്നത് ഈ ദുഃഖത്തിൽ നിന്നും അവരെ സന്തോഷത്തിലേക്ക് എത്തിക്കുന്ന പരിപാടികളാണ് വേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ SKN ഇവിടേക്ക് എത്തുന്നു. രാവിലെ നമ്മൾ ദുരന്തമുഖത്ത് നിന്ന് മോർണിംഗ് ഷോ ആരംഭിക്കുന്നു. മോർണിംഗ് ഷോ കടന്ന് നീങ്ങി ഇവിടേക്ക് എത്തുകയാണ് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ. ഇവിടെയാണെങ്കിൽ പ്രശസ്ത കലാകാരന്മാർ കലാഭവൻ ഷാജോൺ, നിർമ്മൽ പാലാഴി, ഹരീഷ് കണാരൻ, വിനോദ് കോവൂർ തുടങ്ങിയ, അബു സലീം തുടങ്ങിയ മികച്ച കലാകാരന്മാർ എല്ലാം തന്നെ അണിനിരക്കുന്നു. ഇവരെല്ലാം ഈ വയനാടിനെ ദുഃഖത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുക, വയനാടിൻ്റെ പഴയ നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപത്തിലേക്ക്, സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഇതിൻ്റെ ലക്ഷ്യം. മറ്റൊന്ന്, കൈത്താങ്ങായി നിരവധി സേവന പദ്ധതികൾ, സർക്കാരിൻ്റെ ടൗൺഷിപ്പിലേക്കുള്ള വലിയ സേവന പദ്ധതികളുടെ പ്രഖ്യാപനം SKN നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ചെറുതും വലുതുമായ നിരവധി കൈത്താങ്ങ് നൽകുകയാണ് 24 കണക്ട്. 24ൻ്റെ പ്രേക്ഷകർ എൻ്റെ കുടുംബം 24നൊപ്പം എന്ന സന്ദേശത്തിലൂടെ SKN. മറ്റൊന്ന്, ഈ ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകുന്നതിനൊപ്പം തന്നെ ഈ ചെറിയ കുട്ടികളെ പോലും, നമ്മൾ വെള്ളാർമല സ്കൂളിലെ കുട്ടികളെ കണ്ടതാണ്, അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. ഉണ്ണിമാഷ്, മനോജ് മാഷ്, ഇവരെല്ലാം എത്തുന്നു. ഇതുകൂടാതെ ഈ പരിപാടിയുടെ സവിശേഷത, ആദ്യമായി രക്ഷപ്പെട്ടവരും രക്ഷാപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒന്നിക്കുന്നു. കേരള പോലീസ്, ആർമി, ഇവരെല്ലാം നമ്മൾ ആദരിക്കുന്നു SKN. അങ്ങനെ നോക്കുമ്പോൾ വയനാടിനെ നമ്മൾ കൈത്താങ്ങി നൽകി ഉയർത്തുകയാണ്, ഉണർത്തുകയാണ് SKN. ദീപക് തർമ്മടം, പല പ്രേക്ഷകരും ചോദിക്കുന്നു, 2 ദിവസമായിട്ട് കണ്ടില്ലോ, എവിടെ പോയിരുന്നു? ഒരാൾ പറയുന്നു എയർപോർട്ടിൽ വെച്ച മകൻ നിങ്ങളെ കണ്ടല്ലോ, ഇതിന് എവിടെ പോകണമെന്ന് പറഞ്ഞില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇടയ്ക്കൊക്കെ വളരെ ചിലപ്പോൾ അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് യാത്രയൊക്കെ പോയാലേ പറ്റൂ. ഞാൻ ശരിക്കും ഡൽഹി വരെ പോയിരിക്കുകയായിരുന്നു. ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ഫെഡറേഷൻ എന്നൊരു സംഘടനയുണ്ട്, NBF. നമ്മളതിൽ അതിൻ്റെ ഫൗണ്ടിങ് കക്ഷി ഡയറക്ടറാണ് ശരിക്കും 24ഉം ഞാനുമൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു നിവേദക സംഘം നമ്മുടെ മാധ്യമങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ പരിഗണനയിൽ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. 1 മണിക്കൂറോളം പ്രധാനമന്ത്രിയുമായിട്ട് നമുക്ക് ചെലവഴിക്കാൻ ഭാഗ്യം കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ വാർത്താ രംഗം നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ അവധാനതയോടെയും വളരെ ക്ഷമയോടെയും അദ്ദേഹം കേട്ടിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങളായിട്ട് പോലും ഒട്ടും ബോറടിക്കാതെ അദ്ദേഹം ഇതെല്ലാം കേട്ടിരിക്കുകയും ഞങ്ങളോട് ചില ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. അതേപോലെ വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനെ ഞങ്ങൾ 1 മണിക്കൂറോളം പ്രത്യേകിച്ച് കാണുകയും ചെയ്തു. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രിയുമായി ഇത്രയധികം സമയം ചെലവഴിക്കാൻ ഭാഗ്യം കിട്ടി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അദ്ദേഹം വളരെ പേഷ്യൻ്റായിട്ട്, നല്ല ഇരുത്തം എന്ന ഭരണാധികാരിയായിട്ട് തന്നെയായിരുന്നു കാര്യങ്ങളെ കേട്ടത്. താങ്ക്സ് മൈ ഡിയർ പ്രൈം മിനിസ്റ്റർ.